ഹരേ കൃഷ്ണ. അമ്മേ നാരായണ, ദേവി നാരായണ. ഇന്നിപ്പോൾ നവരാത്രി വ്രതം തുടങ്ങുകയാണ്. അപ്പോൾ നവരാത്രി വ്രതത്തിനെ പറ്റിയിട്ട് ആചരിക്കേണ്ടതും അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളുമാണ് ഞാനിന്നിപ്പോൾ വീഡിയോയിൽ പറയുന്നത്. നവമി തിഥി പര്യന്തം തപപൂജാ ജപാധികം ഏകാഹാരം വ്രതി കുര്യാത് സത്യാദി നിയമൈർയുതേ. കേരളത്തിലെ കന്നിമാസത്തിലെ വെളുത്തപക്ഷ പ്രഥമ ദിവസം മുതൽ 9 ദിവസങ്ങളിലായിട്ടാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത്. ഉത്തരഭാരതത്തിലെ മേടമാസ പ്രഥമ മുതൽ ശ്രീരാമനവമി വരെയുള്ള നവരാത്രി പ്രധാനമാണ്. നവരാത്രിയിൽ ദുർഗാപൂജയും കന്യാപൂജയും ഒക്കെ നടത്തുന്നു. 2 മുതൽ 10 വയസ്സ് വരെയുള്ള ബാലികാമാരെ ഓരോ ദിവസക്രമത്തിൽ ദേവിയായിട്ട് സങ്കല്പിച്ച് പൂജിപ്പിക്കുന്നതാണ് ആ കുമാരി പൂജയാണ്. 2 വയസ്സുള്ള കന്യകയെ ആദ്യ ദിനം കുമാരി എന്ന സങ്കല്പത്തിൽ പൂജിക്കുന്നു. തുടർന്ന് ത്രിമൂർത്തി, കല്യാണി, രോഹിണി, കാളിക, ചണ്ഡിക, ശാംഭവി, ദുർഗ, സുഭദ്ര എന്നീ ക്രമത്തിൽ മൂപ്പുമുറ അനുസരിച്ച് ബാലികമാരെ ദേവിയുമായിട്ട് സങ്കല്പിച്ച് ആരാധിക്കും. നവരാത്രിയിൽ അമാവാസി മുതൽ വ്രതം ആരംഭിക്കണം. വ്രത ദിവസങ്ങളിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉറക്കമുണർന്ന് കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ദേവീക്ഷേത്ര ദർശനം നടത്തി അല്ലെങ്കിൽ ദേവീ കീർത്തനങ്ങൾ പാരായണം ചെയ്യുകയോ ചെയ്ത ശേഷം മാത്രമാണ് ജലപാനം പാടുള്ളൂ. വ്രതാനുഷ്ഠാന വേളയിൽ അരിയാഹാരം ഒരു നേരം മാത്രമായിട്ട് ചുരുക്കണം. ഒരു നേരം പാല്, ഫലവർഗ്ഗങ്ങൾ എന്നിവ മാത്രം മറ്റു നേരങ്ങളിലൊക്കെ കഴിക്കാം. മത്സ്യമാംസാദികളും ലഹരി വസ്തുക്കളൊക്കെ നിർബന്ധമായിട്ടും ഒഴിവാക്കണം. വാക്കും ശരീരവും മനസ്സും പ്രവൃത്തിയൊക്കെ ശുദ്ധമായിരിക്കണം. ബ്രഹ്മചര്യം നിർബന്ധമാണ്. എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നടത്താനാകുമെങ്കിൽ വളരെ ഉത്തമം. എല്ലാ കർമ്മങ്ങളിലും ദേവീസ്മരണയോടെ ആകണം. 9 ദിവസങ്ങളിലായി 9 വ്യത്യസ്ത ഭാവങ്ങളിലാണ് ദേവിയെ ആരാധിക്കേണ്ടത്. ആദ്യത്തെ 3 ദിവസം പാർവതിയായും അടുത്ത 3 ദിവസം ലക്ഷ്മിയായും അവസാന 3 ദിവസം സരസ്വതിയായിട്ടും ആരാധിക്കുന്നു. കേരളത്തിലെ ഒടുവിലത്തെ 3 ദിവസമാണ് ഏറ്റവും പ്രധാനം. കൂടുതൽ ആളുകളും അഷ്ടമി, നവമി, ദശമി എന്നീ 3 ദിവസങ്ങളിൽ മാത്രം വ്രതമനുഷ്ഠിക്കുന്ന ചെയ്യാറുണ്ട്. അഷ്ടമി ദിവസമാണ് പൂജ വയ്ക്കേണ്ടത്. നവമിയിൽ അധ്യയനം പാടില്ല. വിജയദശമി ദിവസം വിദ്യാരംഭ ദിനം. 9 ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് വ്രതമനുഷ്ഠിക്കാൻ കഴിയാത്തവർക്ക് അവസാന 3 ദിവസം മാത്രമായും വ്രതം അനുഷ്ഠിക്കാം. ദേവീ മഹാത്മ്യം, ലളിതാ സഹസ്രനാമം, ലളിത ത്രിശതി സ്തോത്രം, സൗന്ദര്യലഹരി മുതലായവയൊക്കെ പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. എല്ലാ വ്രത ദിവസങ്ങളിലും ദുർഗാഭഗവതിയുടെ ഈ ധ്യാന ശ്ലോകം ഭക്തിപൂർവം ജപിക്കാം. സർവ്വ ദുഃഖങ്ങളും ദേവി അകറ്റും. സർവാഭീഷ്ടങ്ങളും ദേവി പ്രദാനം ചെയ്യും. ദുർഗാം ധ്യായതു ദുർഗതി പ്രശമനീം ദുർവാദള ശ്യാമളാം ചന്ദ്രോർദ്വജ്വല ശേഖരാം ത്രിനയനാം അബീത വാസവോസം ചക്രം ശംഖം ധനുശ്ച ദദതീം കോദണ്ഡബാണാംശയോർ മുദ്രേവ അഭയകാമതേ സകടീ ബന്ധാഭീഷ്ടതാം വാനയോ. ആയുസ്, ദാരിദ്ര്യ ശമനം, വിദ്യാഗുണം, ആഗ്രഹസാധ്യം, ശത്രുദോഷ നിവാരണം, ധനലാഭം, കുടുംബ ഐശ്വര്യം തുടങ്ങിയവയാണ് നവരാത്രി വ്രതത്തിൻ്റെയും പൂജയുടെയും ഫലങ്ങൾ. ദേവിയെ ഓരോ ദിവസവും ഓരോ രൂപത്തിൽ സങ്കല്പിച്ച് ആരാധിക്കുന്നു. ഓരോ ദിവസവും ദേവിയെ ഓരോ വ്യത്യസ്ത മന്ത്രം കൊണ്ട് ആരാധിക്കുന്നുണ്ട്. നവരാത്രി വ്രതം നവരാത്രിയുടെ 1-ാം ദിവസം ബാലസ്വരൂപിണി ഭാവത്തിൽ ശൈലപുത്രിയായിട്ട് പാർവതീദേവിയെ സങ്കല്പിച്ച് ആരാധിക്കുകയാണ് ചെയ്യേണ്ടത്. പൂർവജന്മത്തിലെ സതീദേവിയെപ്പോലെ തന്നെ ഈ ജന്മത്തിലെ പരമശിവൻ്റെ അർദ്ധാംഗിനിയായി വൃഷഭസ്ഥിതയായ ത്രിശൂലവും താമരപ്പൂവും ധരിച്ച് ആണ്. നന്ദിയാണ് ദേവിയുടെ വാഹനം. സതി, ഭവാനി, പാർവതി, ഹൈമവതി എന്നീ നാമകങ്ങളും ശൈലപുത്രിക്കുണ്ട്. ദേവിയുടെ ഈ രൂപം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നവരാത്രിയുടെ 1-ാം ദിവസത്തിൽ ദേവീ പൂജയ്ക്ക് ഈ മന്ത്രം ജപിക്കാം.
വന്ദേ വാഞ്ചിതലാഭായ ചന്ദ്രാർദ്ധാകൃതശേഖരാം വൃഷാരൂഢാം ശൂലധരാം ശൈലപുത്രീം യശസ്വിനീം. ഈ മന്ത്രം ഭക്തിപൂർവം ശൈലപുത്രിയായ ദേവിയെ സങ്കല്പിച്ച് ജപിക്കുക. സർവ അഭീഷ്ടങ്ങളും സാധിക്കും. നവരാത്രിയുടെ 2ാം ദിവസത്തിൽ ബ്രഹ്മചാരിണി സങ്കല്പത്തിലാണ് പൂജിക്കേണ്ടത്. ബ്രഹ്മശബ്ദത്തിന് തപസ് എന്നും അർത്ഥമുണ്ട്. ശിവന്റെ പത്നിയായി തീരുവാൻ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു. കയ്യിലെ ജപമാലയും കമണ്ഡലവും ഏന്തി തപസ് ചെയ്യുന്ന രൂപത്തിലുള്ള ദുർഗയാണ് ബ്രഹ്മചാരിണി. ഇല ഭക്ഷണം പോലും ത്യജിച്ചുകൊണ്ടാണ് തപസ് ചെയ്യുന്നതാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് ദേവിക്ക് അപർണ എന്ന പേരുണ്ട്. 2ാം രാത്രി ബ്രഹ്മചാരിണിയുടെ ആരാധനയ്ക്കായി നീക്കി. നവരാത്രിയുടെ 2ാം ദിവസത്തിൽ ദേവീ പൂജയ്ക്ക് ജപിക്കേണ്ട മന്ത്രം ഇതാണ്. ദദാനാകരപത്മാഭ്യാമക്ഷമാലാ കമണ്ഡലൂ ദേവി പ്രസീദതു മയി ബ്രഹ്മചാരിണ്യനുത്തമാ. ഈ മന്ത്രം ഭക്തിപൂർവം ബ്രഹ്മചാരിണി രൂപിയായ ദേവിയെ സങ്കല്പിച്ച് ജപിക്കുക. സർവ ഐശ്വര്യങ്ങളും സാധിക്കും, മനഃശാന്തി ലഭിക്കും. നവരാത്രിയുടെ 3ാം ദിവസം 3ാം ദിനത്തിൽ ആരാധിക്കേണ്ട ദേവീഭാഗം ചന്ദ്രകണ്ഠ എന്നറിയപ്പെടുന്ന ദേവിയുടെ തിരുനെറ്റിയിൽ അർദ്ധചന്ദ്രരൂപത്തിൽ ഒരു മണിയുണ്ട്. ആ മണിയാണ് ചന്ദ്രകണ്ഠ ദേവീ സങ്കല്പത്തിന് ആധാരമായിട്ടുള്ളത്. സ്വർണ്ണവർണ്ണമുള്ള ശരീരവും 10 കൈകളുമുണ്ട്. എല്ലാ കൈകളിലും ദിവ്യായുധങ്ങളെ ധരിച്ചിരിക്കുന്നു. സിംഹവാഹനസ്ഥയായ ദേവിയുടെ മണിനാദം കേട്ടാൽ തന്നെ ദുഷ്ടന്മാർക്ക് ഭയവും ശിഷ്ടജനങ്ങൾക്ക് ശാന്തിയും ലഭിക്കും. യുദ്ധസന്നദ്ധയായി നിൽക്കുന്ന ദേവീഭാവമാണ് 3ാം നവരാത്രിയിലേത്. ഈ രൂപത്തിൽ ദേവിയെ ഭജിക്കുന്നവർക്ക് ശത്രുവിജയം, കാര്യസിദ്ധി, ഐശ്വര്യം എന്നിവ കരഗതാഗതമാവും. അതിനുള്ള മന്ത്രം ഇങ്ങനെയാണ്. പിണ്ടജപ്രവരാരൂഢ ചന്ദ്രകോപാസ്ത്രകൈരൂത പ്രസാദം തനുദേ മഹ്യം ചന്ദ്രകണ്ഠേതി വിശ്രുത. ഈ മന്ത്രം കൊണ്ടാണ് ദേവിയെ ഉപാസന ചെയ്യേണ്ടത്. നവരാത്രി 3ാം ദിവസത്തിലെ കന്യാപൂജയ്ക്കായിട്ട് ദേവിയെ കല്യാണിയായിട്ട് ആരാധിക്കാം. കല്യാണി ആരാധനയ്ക്കായിട്ട് ഈ മന്ത്രം ഉപയോഗിക്കാം. കാലാത്മിക കാലാതീതാം കാരുണ്യഹൃദയാം ശിവാം കല്യാണജനനീം നിത്യാം കല്യാണീം പൂജയാമ്യഹം. നവരാത്രി വ്രതം 4ാം ദിവസത്തെ നവദുർഗ ആരാധന പദ്ധതി അനുസരിച്ച് നവരാത്രിയുടെ 4ാമത്തെ ദിവസത്തിൽ ദേവീസ്വരൂപം കൂഷ്മാണ്ഡയാണ്. കൂഷ്മാണ്ഡ എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്രപഞ്ച ഉത്സവത്തിൻ്റെ ആദ്യ സ്വരൂപവും കാരണശക്തിയും ദേവിയാണല്ലോ. ആ സൃഷ്ടിക്ക് മുമ്പ് ദേവിയിൽ നിന്നും ഉത്ഭവിച്ചതായ ദിവ്യമായ പ്രകാശം സർവ്വലോകങ്ങളിലും വ്യാപിച്ച് പിന്നീട് ആ പ്രകാശം സർവ്വചരാചരങ്ങളിലും പ്രവേശിച്ച് ശോഭിച്ച് തിളങ്ങി. മഹാതേജസ്വിയായ ദേവിക്ക് അഷ്ടഭുജങ്ങളാണ്. കമണ്ഡലു, ധനുസ്, ബാണം, പുഷ്പം, അമൃതകലശം, ചക്രം, ഗദ, ജപമാല എന്നിവ ധരിച്ചിട്ടാണ് സിംഹവാഹിനിയായിട്ടാണ് ദേവി പരിലസിക്കുന്നത്. ദേവി ഉപാസനയ്ക്കായിട്ട് ഉപയോഗിക്കേണ്ട മന്ത്രം ഇതാണ്. സുരാസമ്പൂർണകലശം രുതിരാപ്ലുതമേവ ച ദദാനാ ഹസ്തപത്മാഭ്യാം കൃഷ്ണമാണ്ഡാ ശുഭദാസ്തു മേ. നവരാത്രി 4ാം ദിവസം കന്യാപൂജയ്ക്ക് ദേവിയെ രോഹിണിയായിട്ട് ആരാധിക്കണം. രോഹിണി ആരാധനയ്ക്കായിട്ട് ഈ മന്ത്രം ഉപയോഗിക്കാം. അണിമാദിഗുണാധാരാ മകരാധ്യക്ഷരാത്മികാം അനന്തശക്തി ഭേദാ രോഹിണീം പൂജയാമ്യഹം. നവരാത്രിയുടെ 5ാം ദിനത്തിലെ വ്രതാനുഷ്ഠത്തിൻ്റെ 5ാം ദിവസത്തിൽ ദേവിയെ 5ാമത്തെ ഭാവമായ
സ്കന്ദമാതാവായിട്ടാണ് സങ്കല്പിച്ച് പൂജ ചെയ്യേണ്ടത്. ജഗന്മാതാവായ ദേവിയുടെ മടിത്തട്ടിൽ പുത്രൻ സുബ്രഹ്മണ്യൻ സാന്നിധ്യമുണ്ട്. സ്കന്ദമാതാവായ പരാശക്തിയുടെ സങ്കല്പം ചതുർഭുജത്തിലാണ്. 2 കൈകളിലും താമരപ്പൂവും, താഴത്തെ ഒരു കൈ പുത്രനെ വാത്സല്യപൂർവ്വം തഴുകുന്ന തരത്തിലും മറ്റേ കൈയിൽ വരദമുദ്രയായിട്ടാണ് ദേവി. സ്കന്ദമാതാവിനെ ആരാധിക്കുന്നതിലൂടെ സ്കന്ദനെ പൂജിക്കുന്ന ഫലം കൂടി ലഭിക്കുന്നു എന്നാണ്. സുബ്രഹ്മണ്യ പ്രീതിക്ക് സ്കന്ദമാതാ ആരാധന ഫലപ്രദമാണെന്നാണ്. 5-ാം ദിവസം ദേവി ഉപാസനയ്ക്ക് ഉപയോഗിക്കേണ്ടത് ഈ മന്ത്രമാണ്. സിംഹാസനഗതാ നിത്യം പത്മാശ്രിതകരദ്വയ ശുഭദാസ്തു സദാ ദേവി സ്കന്ദമാതാ യശസ്വിനി. ഈ മന്ത്രം ഉപയോഗിച്ച് ആരാധന നടത്തിയാൽ ദേവിയുടെയും മുരുകൻ്റെയും അനുഗ്രഹത്തിന് പാത്രീഭവിക്കുന്നതാണ്. നവരാത്രി 5-ാം ദിവസത്തിലെ കന്യാപൂജയ്ക്കായിട്ട് ദേവിയെ കാളികയായിട്ടാണ് ആരാധിക്കേണ്ടത്. കാളിക ആരാധനയ്ക്കായിട്ട് ഈ മന്ത്രം ഉപയോഗിക്കാം. കാമാചാരീം ശുഭാം കാന്താം കാലചക്രസ്വരൂപിണീം കാമദാം കരുണോദാതരാം കാളികാം പൂജയാമ്യഹം. നവരാത്രിയുടെ 6-ാമത്തെ ദിവസം ഭഗവതിയെ ആരാധിക്കേണ്ട സ്വരൂപം കാർത്യായനിയുടെയാണ്. കാർത്യായനി മഹർഷി തപസ് ചെയ്ത് ദേവി, അതായത് കാർത്യായനി ദേവിയായിട്ട് തൻ്റെ ഗ്രഹത്തിൽ, മഹർഷിയുടെ ഗ്രഹത്തിൽ പിറക്കണം എന്ന് പറഞ്ഞിട്ടാണ് കാർത്യായന മഹർഷി ദേവിയെ തപസ് ചെയ്തത്. അങ്ങനെ തപസ് ചെയ്ത് ആ ദേവിയെ തൻ്റെ മകളായിട്ട് പറക്കാൻ വേണ്ടി ആഗ്രഹം അറിയിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അത് ചെയ്തു കൊടുക്കുകയാണ്. ആ ഒരു എന്താ പറയുക, തപസ്സിൻ്റെ ഫലത്തിലാണ് ദേവിയുടെ ആ ജനനം. അതിനുശേഷം അതായത് മഹിഷാസുരനെ വധിച്ചിട്ട് ദേവന്മാർക്ക് ആശ്വാസമരുളി എന്നാണ് പുരാണങ്ങളിലൊക്കെ ഉദ്ഘോഷിക്കുന്നത്. ചതുർഭുജയായ ദേവി പുഷ്പവും വാളും അഭയമുദ്രകളും ധരിച്ച സിംഹവാഹിനിയായിട്ടാണ് സർവ അനുഗ്രഹാശിസ്സുകൾ ഏന്തിയിട്ട് ഇരിക്കുന്നത്. 6-ാം ദിവസം ദേവി ഉപാസനയ്ക്കായിട്ട് ഈ മന്ത്രം ഉപയോഗിക്കാം. ചന്ദ്രഹാസോജ്വലകരാ ശാർദൂലവരവാഹന കാർത്യായനി ശുഭം ദദ്യാ ദേവി ദാനവഗാധിനി. കന്യാപൂജയ്ക്കായിട്ട് 6-ാമത്തെ ദിവസം ദേവിയെ ചണ്ഡികയായിട്ട് ആരാധിക്കാം. ചണ്ഡിക ആരാധനയ്ക്കായിട്ട് ഈ മന്ത്രം ഉപയോഗിക്കാം. ചണ്ഡവീരാം ചണ്ഡമായാം ചണ്ഡമുണ്ഡപ്രപഞ്ചനീം പൂജയാമി സദാ ദേവീം ചണ്ഡികാം ചണ്ഡവിക്രമാം. നവരാത്രി വ്രതം 7-ാം ദിവസത്തിൽ 7-ാമത്തെ ദുർഗാഭാവത്തിൽ വരുന്നത് ഏറ്റവും ഭയാനകമായ ദേവിയുടെ ശക്തി സ്വരൂപമായ കാളരാത്രിയാണ്. ശരീരത്തിലേക്ക് അത് പ്രതിഫലിക്കുമ്പോൾ മനുഷ്യൻ ഭയത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് വിശ്വാസം. ദേവിയുടെ ഭയാനക രൂപം മനോദൗർബല്യമൊക്കെ പരിഹരിച്ച് ശക്തിയുള്ള മനസ്സായിട്ട് നമ്മളെ ഉണർത്തുമെന്നാണ്. അതായത് എല്ലാ കാര്യത്തിനും കർമ്മനിരതനാക്കാൻ കഴിയുന്നതാണ്. ആ കറുത്ത നിറവും ചിന്നിച്ചിതറിയ മുടിയും തൃക്കണ്ണുകളിൽ നിന്ന് അഗ്നിയും അതേപോലെ ആരെയും ഭയപ്പെടുത്താൻ തക്ക ബ്രഹ്മാണ്ടത്തെ ഭസ്മമാക്കാൻ പോലും ശക്തിയുള്ള ജാലകളുള്ള ആ ശക്തിയാണ്. കഴുതയാണ് അമ്മയുടെ വാഹനം. വരദമുദ്രയും അഭയമുദ്രയും വാളും മറ്റും ധരിച്ച് ചതുർഭുജയായിട്ടാണ്, ശുഭങ്കരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 7-ാം ദിവസം ദേവി ഉപാസനയ്ക്കായിട്ട് ഈ മന്ത്രം ഉപയോഗിക്കാം. ഏകവേണീ ജപാകർണപൂരനഗ്നാകരാസ്ഥിത ലംബോഷ്ഠീ കർണികാകർണി തൈലാവ്യക്തശരീരിണി വാമദോല്ലസല്ലോഹലതാ കണ്ടകഭൂഷണ വർദ്ധമൂർത്തച്ഛ കൃഷ്ണ കാളരാത്രീർഭയങ്കരി. അതുപോലെ തന്നെ അന്ന് കന്യാപൂജയ്ക്കായിട്ട് ദേവിയെ ശാംഭവി ആയിട്ടാണ് ആരാധിക്കേണ്ടത്. ശാംഭവി ആരാധനയ്ക്കായിട്ട് ഈ മന്ത്രം ഉപയോഗിക്കാം.
സദാനന്ദകരീം ശാന്താം സർവദേവ നമസ്കൃതാം സർവഭൂതാത്മികാം ലക്ഷ്മീം ശാംഭവീം പൂജയാമ്യഹം. അങ്ങനെ നവരാത്രി 8-ാം ദിവസം 8-ാമത്തെ ദിവസത്തിലെ ദേവീഭാവം മഹാഗൗരിയുടെയാണ്. ദേവി ശാന്തസ്വരൂപിണിയും ശുഭ്രവർണ്ണസ്വരൂപിണിയുമാണ്. പരമശിവനെ ആഗ്രഹിച്ച് കഠിന തപസ് ചെയ്ത് ദേവിയുടെ ശരീരം കറുത്തു, സൗന്ദര്യം നശിച്ചു. പക്ഷേ അത് കണ്ടു നിൽക്കാൻ ശിവന് കഴിഞ്ഞില്ല. ദേവൻ പ്രത്യക്ഷപ്പെട്ട് ദേവിയെ ഗംഗാസ്നാനം കഴിപ്പിച്ച് ശുഭ്രവർണ്ണയാക്കി തീർത്തു. ദേവിയുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും വെളുത്തതായിരുന്നു. വെള്ളക്കാളയുടെ പുറത്ത് കയറി ദേവി സർവർക്കും ദർശനം നൽകി. ചതുർഭുജങ്ങളിലെ ത്രിശൂലം, അഭയമുദ്ര, ഡമരു, വരദമുദ്ര എന്നിവ ധരിച്ച് ഭക്തർക്ക് ദർശന പുണ്യം നൽകി പരിലസിച്ചു. 8-ാം ദിവസത്തിലെ ദേവി ഉപാസനയ്ക്ക് ഈ മന്ത്രം ഉപയോഗിക്കാം. ശ്വേതേ വൃഷേ സമാരൂഢാ ശ്വേതാംബരധരാ ശുചി മഹാഗൗരി ശുഭം ദദ്യാൽ മഹാദേവ പ്രമോദദാ. നവരാത്രിയുടെ 8-ാം ദിവസം കന്യാപൂജയ്ക്കായി ദേവിയെ ദുർഗയായിട്ട് തന്നെ ആരാധിക്കണം. ദുർഗ ആരാധനയ്ക്ക് ഈ മന്ത്രം ഉപയോഗിക്കാം. ദുർഗമേ ദുസ്തരേ കാര്യേ ഭവ ദുഃഖവിനാശിനിം പൂജയാമി സദാ ഭക്ത്യാ ദുർഗാം ദുർഗതിനാശിനിം. നവരാത്രിയുടെ 9-ാം ദിവസം ആരാധിക്കേണ്ട സിദ്ധിദാത്രി രൂപമാണ്. അന്ന് ദേവി സർവാഭീഷ്ട സിദ്ധികളോടെ എല്ലാവർക്കും ദർശനം നൽകും. അണിമ, മഹിമ, ഗരിമ, ലഘിമ, പ്രാപ്തി, പ്രകാവ്യം, ഈശ്വിതം, വാശ്വിതം എന്നീ അഷ്ടസിദ്ധികൾ ഈ സങ്കല്പത്തിലൂടെ ആരാധിച്ചാൽ കൈവരുമെന്നാണ് വിശ്വാസം. പങ്കജ സംഭവനാദി തൃണാന്തം സർവചരാചരങ്ങൾക്കും സിദ്ധികൾ നൽകുന്നത് ദേവിയാണ്. ചതുർഭുജങ്ങളിൽ ഗദാചക്രങ്ങളും ശംഖും താമരയും ധരിച്ച് ദേവി സർവാഭീഷ്ടവരദായിനിയായ ദേവിയായിട്ട് പരിലസിക്കുന്നു. മഹാനവമിയിൽ സിദ്ധിഗാത്രിയായിട്ട് ദേവിയെ ഉപാസിക്കേണ്ട സ്തോത്രം ഇതാണ്. സിദ്ധഗന്ധർരക്ഷധൈര്യസുരൈമര്യൈഭി സേവ്യമാനാ സദാ ഭൂയത് സിദ്ധിദാ സിദ്ധിദായിനി. അന്നേ ദിവസം ദേവിയെ കന്യാപൂജയ്ക്ക് ഇരുത്തുമ്പോൾ സുഭദ്രയായിട്ടാണ് ആരാധിക്കേണ്ടത്. സുഭദ്ര ആരാധനയ്ക്കായിട്ട് ഈ മന്ത്രം ഉപയോഗിക്കാം. സുന്ദരീം സ്വർണവർണാഭാം സുഖസൗഭാഗ്യദായിനീം സുഭദ്രാ ജനനീം ദേവീം സുഭദ്രാം പൂജയാമ്യഹം. അപ്പം എല്ലാവരും നവരാത്രിയിലെ ദേവിയുടെ വിവിധ ഭാവങ്ങളെ പറ്റിയിട്ടും അന്നന്ന് പൂജിക്കേണ്ടതിനെ പറ്റിയിട്ടുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എല്ലാവരും കേൾക്കൂ. ഇഷ്ടമായിച്ചാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നവരാത്രി ആശംസകൾ.